മനുഷ്യൻ നിർമ്മിച്ച ചുവരുകൾക്ക് ദൈവത്തെ തടയാൻ കഴിയുമോ? അധികാരവും ജാതിയും പറഞ്ഞ് ഒരാളെ മാറ്റി നിർത്തിയാൽ ദൈവം ആരുടെ കൂടെ നിൽക്കും? ഇതിന് ചരിത്രം നൽകിയ ഏറ്റവും വലിയ മറുപടിയാണ് ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇന്നും ഭക്തർ ദർശനം നടത്തുന്ന ആ ചെറിയ വിള്ളൽ. 16-ാം നൂറ്റാണ്ടിലെ കർണാടക, ഭാരതം മുഴുവൻ ഭക്തിപ്രസാദം അലയടിക്കുന്ന കാലം. അവിടെയാണ് കനകദാസൻ എന്ന മഹാനായ ഭക്തന്റെ കഥ തുടങ്ങുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കനകദാസന് കൃഷ്ണൻ എന്നാൽ വെറുമൊരു ദൈവമായിരുന്നില്ല, തന്റെ ജീവശ്വാസമായിരുന്നു. ഭഗവാനെ ഒരു നോക്ക് കാണാൻ കൊതിച്ച് കനകദാസൻ ഉടുപ്പിയിലെ ക്ഷേത്രമുറ്റത്തെത്തി. പക്ഷേ അന്നത്തെ ആചാരങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ ഇരുമ്പുമറ തീർത്തു. താഴ്ന്ന ജാതിക്കാരനായ നിനക്ക് അകത്ത് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് അധികാരികൾ അദ്ദേഹത്തെ ആട്ടി അകറ്റി. കനകദാസൻ തളർന്നില്ല. ക്ഷേത്രത്തിന് പുറത്തെ വെയിലത്തും മഴയത്തും അദ്ദേഹം കാത്തുനിന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന തമ്പുരുമീട്ടി അദ്ദേഹം പാടി, ഭഗവാനെ, ഞാൻ അശുദ്ധനാണോ? ഈ ലോകം മുഴുവൻ അവിടുത്തെ സൃഷ്ടിയല്ലേ, പിന്നെ എന്തിനാണ് എന്നെ മാത്രം പുറത്താക്കുന്നത്? കിലോമീറ്ററുകൾ താണ്ടി വന്ന ആ ഭക്തന്റെ കണ്ണുനീർ മണ്ണിൽ വീണു. ഒടുവിൽ ക്ഷേത്രത്തിന്റെ പിൻവശത്തെ ചുവരിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങി. അവിടെയാണ് തന്റെ പ്രിയപ്പെട്ട കൃഷ്ണനെ ധ്യാനിച്ച് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. പെട്ടെന്നാണ് ആ അത്ഭുതം നടന്നത്. ക്ഷേത്രത്തിനുള്ളിൽ വലിയൊരു പ്രകമ്പനമുണ്ടായി. ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നി. അന്തരീക്ഷത്തിൽ ശംഖനാദം മുഴങ്ങി. കിഴക്കോട്ട് നോക്കി നിന്നിരുന്ന ഭഗവാൻ കൃഷ്ണന്റെ വിഗ്രഹം ആരും തൊടാതെ തന്നെ പതുക്കെ പടിഞ്ഞാറ് വശത്തേക്ക് തിരിയാൻ തുടങ്ങി. അധികാരികൾ ഞെട്ടിപ്പോയി. അസാധ്യമായത് സംഭവിക്കുകയായിരുന്നു. ക്ഷേത്രത്തിന്റെ ഉറപ്പുള്ള കരിങ്കൽ ചുമരിൽ വലിയൊരു വിള്ളൽ വീണു. കനകദാസൻ കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്ന അതേ സ്ഥലത്തെ ചുമർ പിളർന്നു മാറി. ആ വിള്ളലിലൂടെ സാക്ഷാൽ ജഗന്നാഥൻ തന്റെ ഭക്തന് ദർശനം നൽകി. വിവേചനത്തിന്റെ ചുവരുകൾ ഭക്തിയിൽ മുന്നിൽ തകർന്നു വീണ നിമിഷം. ഇന്നും ഉടുപ്പി ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഭക്തർ ഭഗവാനെ നേരിട്ടല്ല ദർശനം നടത്തുന്നത്. കനകന കിണ്ടി എന്ന് വിളിക്കപ്പെടുന്ന ആ 9 സുഷിരങ്ങളുള്ള ജാലകത്തിലൂടെയാണ്. കനകദാസിന് വേണ്ടി ഭഗവാൻ സ്വയം തുറന്നു കൊടുത്ത ആ വിള്ളൽ ഇന്നും അവിടെയുണ്ട്. ദൈവം വസിക്കുന്നത് മന്ത്രങ്ങളിലോ ആചാരങ്ങളിലോ മാത്രമല്ല, അചഞ്ചലമായ വിശ്വാസത്തിലും സ്നേഹത്തിലുമാണ്. മനുഷ്യൻ തീർത്ത ചുമരുകൾക്ക് മുകളിലാണ് ദൈവത്തിന്റെ സ്ഥാനം. ഇന്ന് കനകദാസന്റെ ഈ ചരിത്രം ഇന്നും ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.